അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അത് എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 ടിഫിൻ. പിന്നെ പിക്കിളാണ്. ഇത് ഒരാൾ ഉണ്ടാക്കി കൊണ്ട് തന്നതാണ്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരാൾ ഉണ്ടാക്കി, ഇവിടെ ബോംബെ തന്നെയുള്ള. അപ്പോൾ ഇന്ന് എല്ലാവരുടെയും മില്ലറ്റ് ആണെന്നുള്ള ടെൻഷൻ മാറിയല്ലോ. ഇന്ന് ബാസ്മതി റൈസ് കഴിക്കാമെന്ന് തോന്നി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി, ഇത് കടലക്കറി, നല്ല മസാലയൊക്കെ ഇട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല കടലക്കറിയാണ്, ഉള്ളിയൊക്കെ ഇട്ട്. പിന്നെ പപ്പടം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ സൺഡേ മിക്കവാറും റൈസ് തന്നെ ആയിരിക്കും. എന്നും മില്ലറ്റാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പോൾ ചുവന്നരി കഴിക്കാറുണ്ട്, പിന്നെ ബാസ്മതി റൈസ് ചെയ്യാറുണ്ട്. ഇത് ആദ്യം നമുക്ക് കടല എടുക്കാം. തൈര് അതിനകത്ത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. പിക്കിളെടുത്തു, കടലക്കറി എടുത്തു, പിന്നെ പപ്പടം എടുത്തൊന്ന് പൊടിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. ബാസ്മതി റൈസിൻ്റെ ആ മണവും തൈരും, ആക്ച്വലി ബാസ്മതി റൈസും തൈരും മാത്രം മതി. കടലക്കറിയോടെ ഉണ്ടെങ്കിൽ വേറെ ലെവലാണ്. എന്താ ടേസ്റ്റ്! ബാസ്മതി റൈസ്, തൈര്, അല്പം അച്ചാർ, അല്ലെങ്കിൽ കടലക്കറി വരുമ്പോൾ എനിക്ക് ബാസ്മതി റൈസ് വേണം. ഭയങ്കര ഇഷ്ടമാണ്.